ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഇവിടെ വിജയം നേടുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിലുള്ളതാണ്, സ്വാതന്ത്ര്യത്തിലുള്ളതാണ്. നമ്മളൊന്ന് തയ്യാറായാൽ മാത്രം മതി. ആർ യു റെഡി ഫോർ ദാറ്റ്? അതാണ് ചോദ്യം. നിങ്ങൾക്ക് മാത്രം നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കാൻ പറ്റും. മറ്റുള്ളവരെ നിങ്ങൾക്ക് നയിക്കാൻ പറ്റും, പക്ഷേ അവർ പരിശ്രമിക്കാത്തിടത്തോളം കാലം അവർ നയിക്കാൻ പറ്റില്ല. അപ്പം ആദ്യം നാം നമ്മുടെ ജീവിതത്തെ വളർത്താം, വികസിപ്പിക്കാം, വിജയിപ്പിക്കാം. ഞാൻ എൻ്റെ ജീവിതം കരുത്തുള്ളതാക്കും എന്ന് പ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഭഗവത്ഗീത നിങ്ങൾക്കൊരു ഉത്തമ വഴികാട്ടിയാണ്. നിങ്ങൾക്കത് സാധിക്കും, നിങ്ങൾക്കേ അത് സാധിക്കുള്ളൂ. പൊതുവേ ഞാനിത് എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കരുത് ഗീത ചില അച്ഛനമ്മമാർ മക്കളെ ഗീത പഠിപ്പിക്കണം. നിങ്ങളെ ആദ്യം പഠിപ്പിക്കൂ, നിങ്ങളാദ്യത് ഉൾക്കൊള്ളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരൂ, എന്നിട്ട് നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം നമ്മുടെ ജീവിതത്തിൽ നാം ഗീത ഉൾക്കൊണ്ടിട്ടുണ്ടോ എങ്ങനെ അറിയാൻ പറ്റും? വെറുതെ വായിച്ചതുകൊണ്ട് ഉൾക്കൊള്ളണമെന്നില്ല. അതായത് നമ്മുടെ കഴിവുകളെ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ? ആളുകളോട് നല്ല രീതിയിൽ ഇടപഴകാൻ പറ്റുന്നുണ്ടോ? എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ അത്ര മാനസികമായി അലട്ടാത്ത വിധത്തിൽ അതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ഗീത ഉൾക്കൊണ്ടവരാണ്. നിങ്ങൾ ഗീത ഉൾക്കൊണ്ട് സാധന ചെയ്യുന്നവരാണ്. നിങ്ങളാണ് ശരിക്കുള്ള ഭക്തന്മാർ. അല്ലാത്തതൊക്കെ തൊഴൽ ഭക്തന്മാരാണ്. തൊഴൽ ഭക്തന്മാരും തൊഴിക്കൽ ഭക്തന്മാരും. അച്ഛൻ മക്കളെ കൊണ്ട് തൊഴിയിച്ചു കൊണ്ടുവരുന്നു. ഗുരുവായൂരിൽ പോയാൽ 500 രൂപ കൊടുത്താൽ അവിടെയും നിങ്ങളെ തൊഴിച്ചു കൊണ്ടുവരാൻ അവിടെ സ്റ്റാഫുണ്ട് കുറേ പേര്. അതൊക്കെ ഒരു 3rd ഗ്രേഡ് ഭക്തിയാണ്. നിങ്ങൾക്കതിൽ വിഷമം തോന്നരുത്. ഭാഗവതം തന്നെയാണ് പറയുന്നത്. ഞാൻ പറയുന്ന ഭാഷയിൽ നിങ്ങൾ വിചാരിക്കുന്നത് സ്വാമി അതിനെ അധിക്ഷേപിക്കുകയാണെന്ന്. ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ 2-ാം അധ്യായത്തിൽ 3 തരം ഭക്തിയെക്കുറിച്ച് ഭഗവാൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേദവ്യാസ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ഉത്തമ ഭക്തി, മധ്യമ ഭക്തി, പ്രാകൃത ഭക്തി എന്നാണ്. പ്രാകൃതം എന്ന് പറഞ്ഞാൽ വെറും തൊഴുതുപോകുന്ന ഭക്തിയാണ് പ്രാകൃത ഭക്തി. അവിടെ എഴുതി വച്ചിരിക്കുന്നതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് വെറും തൊഴുതുപോകുന്ന ഭക്തരല്ലാതെ ഗീത ഉൾക്കൊണ്ട്, അറിവുൾക്കൊണ്ട്, സാധന ചെയ്ത് അങ്ങനെ മനസ്സിനെ പരിവർത്തനം വരുത്തിയെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയമാവും. അതിനുള്ള വഴിയാണ് ഗീത നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം അതിന് ചില പരിശീലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, നിർബന്ധമായി ചെയ്യേണ്ടതാണ്. അതിലൊരു കോംപ്രമൈസ് ഉണ്ടാവാൻ പാടില്ല. കാരണം ദാറ്റ് ഈസ് ദ മെയിൻ പാർട്ട്. നമ്മുടെ ജീവിതത്തിലെ മെയിൻ റോളാണ്. അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ പിന്നെ എന്ത് ബിൽഡിങ്ങാണ് എന്നതുപോലെ നമ്മുടെ സാധന നമ്മുടെ ഫൗണ്ടേഷനാണ്. ദാറ്റ് ഈസ് നമ്മുടെ ഒരു പ്രൈമറി സ്റ്റെപ്പാണ്. അതില്ലെങ്കിൽ കഴിഞ്ഞു ജീവിതം. പക്ഷേ ഇന്ന് ആ സാധനാനുഷ്ഠാനത്തിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്തു. അതിന് വരെ പൂജാമുറിയിലിരുന്ന് തൊഴുത് പോകുന്ന ഏർപ്പാടാക്കി. അങ്ങനെയൊന്നും ജീവിതം മാറ്റിയെടുക്കാൻ ഒരു ദൈവവും നിങ്ങളെ സഹായിക്കില്ല. ദൈവമല്ല നിങ്ങളെ സഹായിക്കേണ്ടത്. ദൈവം നിങ്ങളെ സഹായിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾ ആ ദൈവം എന്നുള്ള വാക്ക് തന്നെ ഒന്ന് അർത്ഥം മനസ്സിലാക്കൂ. നിങ്ങളെ നിങ്ങളാക്കി നിർത്തുന്ന ബോധത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. ദൈവം തന്നെയാണ് ബോധം. നിങ്ങളൊന്ന് നോക്കൂ. നിങ്ങൾ ഈ ബോധത്തെ നിങ്ങൾ പക്ഷേ കാണാം എൻ്റെ ബോധം എന്ന്. നിങ്ങളാണ് ആ ബോധത്തെ ഉണ്ടാക്കിയത്. നിങ്ങൾ ആ ബോധത്തിൻ്റെ ഒരു ഭാഗമാണ്. ഈ ബോധം എന്നുള്ള ശക്തി എന്താണ്? അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കൂ. നിങ്ങളാണോ ഉണ്ടാക്കിയത്? നിങ്ങളുടെ ശരീരമാണോ അതുണ്ടാക്കിയത്? ആ ബോധശക്തി എവിടെ നിന്ന് വന്നു? ആ ബോധം എന്നുള്ളൊരു ശക്തി ഇല്ലെങ്കിൽ നിങ്ങളുണ്ടോ? അപ്പം ആ ബോധം എന്താണ്? അതാണ് ഭാരതീയർ ദൈവം എന്ന് വിളിച്ചത്. ദൈവം എന്ന് പറഞ്ഞാൽ ആ ബോധശക്തിയാണ്, പ്രജ്ഞാനം ബ്രഹ്മ. അപ്പം ആ ബോധശക്തി നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത്. അപ്പം ആ ശക്തിയെ നാം പ്രയോജനപ്പെടുത്തലാണ് സാധന. അപ്പം എന്ത് സാധനയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ കുട്ടികളെ കൊണ്ടൊക്കെ എന്ത് സാധനയാണ് ചെയ്യിക്കേണ്ടത്? പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, നമ്മുടെ കഴിവുകളൊക്കെ ഉണർത്തണം. ആളുകളോട് ഇടപഴകൽ,
ഏത് കാര്യം ആത്മാർത്ഥതയോടെ അർപ്പണത്തോടെ ആസ്വദിച്ച് ചെയ്യാനുള്ള കഴിവ്, സമൂഹത്തിൽ നല്ലത് ചെയ്യാനുള്ളൊരു മനസ്സ്. അപ്പം മനസ്സിൻ്റെ വികാസം. 2 പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ അതിനെ അഭിമുഖീകരിച്ച് തളരാതെ പതറാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത്. ഇത് നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ നാം സാധന ചെയ്തവരാണ്. ഇതില്ലെങ്കിൽ നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതിറങ്ങിയിട്ടും ഒരു കാര്യമില്ല. ഇറ്റ്സ് ഓൾ വേസ്റ്റ്. രാമായണത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭക്തിയെ ശ്രീരാമസ്വാമി കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ശബരി ഉപാഖ്യാനെടുത്ത് വായിക്കുക. ആരണ്യകാണ്ഡത്തിൻ്റെ ഏറ്റവും ഒടുവിലാണ് ശബരി ഉപാഖ്യാനം. അവിടെ ശ്രീരാമസ്വാമി തന്നെ ശബരീദേവിയോട് പറയുന്നുണ്ട്, ക്ഷേത്രോപവാസയാകാതി അഖില കർമ്മങ്ങളാൽ ഒന്നിരാലൊരുത്തനും കണ്ടുകെട്ടുകയില്ല എന്നെ. ഇതിൻ്റെ അർത്ഥം ഒന്ന് പറയൂ നിങ്ങൾ. മലയാളത്തിലല്ലേ എഴുതി വെച്ചത്? കേവലം ക്ഷേത്രത്തിൽ പോയത് കൊണ്ട് എന്നെ കണ്ടുകെട്ടുകയില്ല, എന്നെ കിട്ടാൻ പോകണില്ല എന്ന്. അപ്പോൾ ക്ഷേത്രത്തിൽ പോയതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ പോകുന്നില്ലേ? ഭഗവാൻ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ശ്രീരാമസ്വാമി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താ എന്ന് മനസ്സിലാക്കേണ്ടത്? കേവലം ക്ഷേത്രത്തിൽ പോയി തൊഴുതത് കൊണ്ട് ഒരു ദൈവവും നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്നില്ല. പിന്നെ എന്തിനു പോകണം? ക്ഷേത്രത്തിൽ പോകണം. അത് വീണ്ടും ശ്രീരാമസ്വാമി അവിടെ പറയുന്നുണ്ട്, ജപിക്കാനായിട്ട് പോകണം, ഉപാസിക്കാനായിട്ട് പോകണം. അപ്പോൾ എന്താ ഉപാസന? അതിനാണ് ഗീത പഠിക്കേണ്ടത്. ഈ ഗീത പഠിക്കാതെ ഉപാസന എങ്ങനെയാണ് മനസ്സിലാവുക? അപ്പോൾ ഉപാസന എന്താണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ക്ഷേത്രത്തിൽ പോകും. അതേ ക്ഷേത്രം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പരിവർത്തനം വരുത്തുന്ന കേന്ദ്രം. അല്ലെങ്കിൽ മനസ്സ് വികസിക്കില്ല. ഒരു വിശ്വാസത്തിൽ അങ്ങനെ ജീവിക്കാം. ദൈവം നോക്കിക്കോളും. ഞാൻ വഴിപാട് നടത്തിയിട്ടുണ്ട്, പൂജ ചെയ്തിട്ടുണ്ട്, ദൈവം നോക്കിക്കോളും. അങ്ങനൊരു ദൈവത്തിന് നിങ്ങളുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾക്കേ നിങ്ങളുടെ മനസ്സിനെ, ബുദ്ധിയെ നേരെയാക്കാൻ പറ്റുള്ളൂ. ഭഗവാൻ കൃഷ്ണനെ പറ്റിയിട്ടില്ല സ്വന്തം മക്കളെ നേരെയാക്കാൻ. അല്ലെങ്കിൽ ആ പേരമക്കളൊക്കെ കൂടെ തമ്മിൽ തല്ലി കുലം നശിക്കേണ്ട കാര്യമുണ്ടോ? ശ്രീരാമസ്വാമിക്ക് പറ്റിയില്ല. അവസാനം ശ്രീരാമസ്വാമി എല്ലാം വിട്ടെറിഞ്ഞ് പോവുകയാണല്ലോ. അദ്ദേഹത്തിൻ്റെ അവസാന കാലത്തെ ആ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, രാമായണത്തിൻ്റെ ഉത്തരഭാഗത്ത് സരയൂ നദിയിലേക്ക് ഇറങ്ങിപ്പോകുന്ന ശ്രീരാമസ്വാമിയാണ് കാണുന്നത്. അദ്ദേഹത്തിന് ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഒരാൾക്കും മറ്റൊരാളുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റില്ല. ദൈവം സ്വർഗം കൊടുക്കും, ദൈവം നരകം കൊടുക്കും എന്നൊക്കെ പറയുന്നത് അട്ട വിഡ്ഢിത്തങ്ങളാണ്. ദൈവമല്ല നരകമാക്കുന്നത്, ദൈവമല്ല സ്വർഗമാക്കുന്നത്. സ്വർഗമാക്കുന്നത് നിങ്ങൾ തന്നെയാണ്. സ്വർഗമാക്കുക എന്ന് പറഞ്ഞാൽ മനസ്സ് വികസിക്കുന്നിടത്ത് സ്വർഗം, മനസ്സ് ശുഷ്കിക്കുന്നിടത്ത്, നിരാശയിലും വിഷാദത്തിലും വിഷമത്തിലും കൂപ്പുകുത്തുന്നിടത്ത്, ദുഃഖത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നിടത്ത് നരകം. തനിക്കു താനെ പണിവത് നാഗം നരകവും അതുപോലെ. ഇതൊക്കെ നമുക്ക് മനസ്സിലായാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് ദുഃഖിക്കേണ്ടതുള്ളത്? അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുക? അത് ഭഗവാൻ പറഞ്ഞിരുന്നു. നമുക്ക് 33-ാം ശ്ലോകം കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. ഒന്നുകൂടി വിശദമായി നോക്കാം. 3:33 സദൃശം ചേഷ്ടതേ സ്വസ്യ പ്രകൃതേ ജ്ഞാനവാനപി പ്രകൃതിം യാന്തി ഭൂതാനി നിഗ്രഹ കിം കരിഷ്യതി. അതിഗംഭീരമായ ശ്ലോകമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. പ്രകൃതേ ജ്ഞാനവാനപി, ജ്ഞാനിയാണെങ്കിൽ, ജ്ഞാനവാൻ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ പോലും അവൻ സദൃശം ചേഷ്ടതേ, സദൃശം അതായത് ബാഹ്യപ്രകൃതിക്കനുസരിച്ച് അവനും ചേഷ്ടകൾ കാണിക്കും, പ്രവർത്തിക്കും. അതായത് എത്ര വിദ്യാഭ്യാസമുള്ളവനായാലും അവനെ ചില ബാഹ്യപ്രകൃതികൾ പ്രലോഭിപ്പിക്കും, പ്രേരിപ്പിക്കും, അവനെ സ്വാധീനിക്കും. അപ്പോൾ ഈ ബാഹ്യപ്രകൃതി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, മനുഷ്യൻ്റെ ഉള്ളിൽ സൗന്ദര്യത്തോടുള്ള തൃഷ്ണ, സെക്സ്, കാമം, അതുപോലെ തന്നെ അധികാരം, പണം, സുഖസൗകര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള പലതിനോടും മനസ്സിന് പ്രേരണ, അത് ചുറ്റുപാട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം അത്തരം പ്രേരണകൾ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുമ്പോൾ വിദ്യാഭ്യാസമുള്ളവനാണെങ്കിൽ പോലും അറിയാതെ പണത്തിൻ്റെ പിന്നാലെപ്പെട്ട് കള്ളക്കടത്തിൽപ്പെടുന്ന എത്രയോ ചീഫ് സെക്രട്ടറിമാരില്ലേ?
പണത്തിൻ്റെ പ്രേരണയിൽപ്പെട്ടു പോകുന്ന, അധികാര കൊതിയിൽപ്പെട്ട് അങ്ങനെ നശിച്ചു പോകുന്ന പ്രേമം, കാമം, ഇങ്ങനെയൊക്കെയുള്ള പലതിലുമുണ്ടല്ലോ. അവസാനം പെട്ടുപോയി പുറത്ത് കടക്കാൻ പറ്റാതെ ജയിലിൽ കിടക്കുന്നവരെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, പത്രം വായിച്ചാൽ മതി. അപ്പം അതുകൊണ്ട് ഇവിടെ പറയുന്നു, പ്രകൃതിം യാന്തി ഭൂതാനി, ഭൂതാനി പ്രകൃതി, ഭൂതങ്ങളെ മുഴുവൻ പ്രകൃതി സ്വാധീനിക്കും, ബാഹ്യപ്രകൃതി നമ്മളെ സ്വാധീനിക്കും. നിഗ്രഹയ്ക്കും കരിഷ്യതി, നിങ്ങളുടെ ആന്തരിക പ്രകൃതിയെ നിങ്ങൾ ഇവിടെ നിഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അടക്കി വെച്ച് ജീവിച്ചതുകൊണ്ട് കാര്യമില്ല. അടക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവഗണിക്കരുത്. അടക്കി വയ്ക്കുക പറഞ്ഞാൽ അതിനെ നമ്മൾ കാണാതെ പോകരുത്. നമ്മുടെ ഉള്ളിലും ദൗർബല്യങ്ങൾ എപ്പോൾ പുറത്തു വരും എന്ന് നമുക്കറിയില്ല. ഒരു സാഹചര്യത്തിൽ നമ്മളെ പലതും സ്വാധീനിക്കാം, പുറത്തുള്ള പലതും സ്വാധീനിക്കാം. അതുകൊണ്ടാണ് നല്ല മനുഷ്യർ പോലും പലപ്പോഴും കൂട്ടുകെട്ടുകൾ തെറ്റുമ്പോൾ അപകടത്തിലാവുന്നത്. അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു കണ്ണു തുറപ്പിക്കുന്ന ശ്ലോകമാണ്. നിങ്ങളുടെ കുട്ടികൾ വളർന്നു വരുമ്പോൾ പുറത്തവരെ കഞ്ചാവിലേക്കും ലഹരിയിലേക്കും സെക്സിലേക്കും പണത്തിലേക്കും സ്വാധീനിക്കാനുള്ള ശക്തികൾ വളരെ തീവ്രമാണ്. നമ്മുടെ കേരളത്തിൻ്റെ അധികാരമൊഴിഞ്ഞു പോകുന്ന DGP പറഞ്ഞതുപോലെയാണ്, ഇവിടെ വളരെയധികം രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കുന്ന, മറ്റു മതങ്ങളെ നശിപ്പിക്കണം, ആളുകളെ നശിപ്പിച്ച് സ്വർഗം നേടണം എന്ന ഭ്രാന്ത് തലയ്ക്ക് കയറിയ തീവ്രവാദ ചിന്തകളുടെ സെല്ലുകൾ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. അവസരം കിട്ടിയാൽ അവർ പുറത്തു വരും. അപ്പം അവർ സമൂഹത്തെ സ്വാധീനിക്കും. അപ്പം അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ ഇത്തരം പ്രകൃതികൾ നാം കാണാതെ അറിയാതെ ഒന്നും എന്നെ അലട്ടില്ല എന്നുള്ള ഒരവസ്ഥയിൽ ജീവിക്കല്ല വേണ്ടത്. ഇതൊക്കെ നമ്മളെ അലട്ടുന്നതിന് മുമ്പ് ജീവിതത്തെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടും വേണം. ഇത്തരം പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കരുത്തുമാർജിക്കണം. ഞാനിത് പറയുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. കാരണം പല അച്ഛനമ്മമാരും വിദ്യാഭ്യാസത്തിനും വളരെ കലയ്ക്കൊക്കെ വളരെ പ്രാധാന്യം കൊടുക്കും. അതിനപ്പുറത്തേക്ക് അവരെ ഒന്നിനും പറഞ്ഞേക്കില്ല. ഒരു സ്പിരിച്വൽ ക്ലാസ് ജപിക്കാതൊന്നും വേണ്ട, തൊഴുതു പോയാൽ മതി, അമ്പലത്തിലൊക്കെ തൊഴുതു പോകും എന്നല്ലാതെ ഇങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളിലൊന്നും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കില്ല. കാരണം അവർക്ക് വേണ്ട വിദ്യാഭ്യാസം മതി എന്നാണ്. പക്ഷേ ഈ കുട്ടി വളർന്നു വരുമ്പോൾ ഈ ചുറ്റുപാടിൽ നേരത്തെ പറഞ്ഞ പലതും ഈ കുട്ടിയെ സ്വാധീനിക്കാനായിട്ടുണ്ട്. അത്തരം കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് പിന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് എന്ത് കാര്യമാണ്? അപ്പം അതുകൊണ്ട് നാളെ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം വെല്ലുവിളികൾ വരുമ്പോൾ സുഖമെന്താണ്? കാരണം മറ്റുള്ള സാധനങ്ങളൊക്കെ കിട്ടുമ്പോഴാണ് സുഖമെന്ന് ധരിക്കുന്ന ആളുകളോട് പറഞ്ഞ സുഖമെന്താണ്? സുഖമെന്ന് പറയണത് മനസ്സ് ലയിക്കുന്നിടത്താണ്. മനസ്സിനെ ലയിപ്പിക്കാൻ ലഹരി വേണ്ട, മനസ്സിനെ ലയിപ്പിക്കാൻ കള്ള് വേണ്ട, മനസ്സിനെ ലയിപ്പിക്കാൻ ഒരു പെണ്ണ് വേണ്ട, അല്ലെങ്കിൽ ഒരു കേവലം സെക്സ് മതി എന്നുള്ളത് ആ ധാരണ തെറ്റാണ്. അല്ലാതെയും മനസ്സിനെ ലയിപ്പിക്കാൻ ശീലിപ്പിക്കണം, ധ്യാനം ശീലിപ്പിക്കണം. അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ നാളെ അവർ വളർന്നു വരുമ്പോൾ ആൺകുട്ടികൾ അവരെ ടീസ് ചെയ്യും, കളിയാക്കും, അവരെ ചിലപ്പം വളരെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രലോഭനങ്ങളുണ്ടാവാം, പ്രേമത്തിൻ്റെ പ്രലോഭനങ്ങളുണ്ടാവാം. ഇവിടെ പ്രേമം കാണിച്ച് മതം മാറ്റിയിട്ട് അവരെ കൊണ്ടുപോകുന്നവരുണ്ടാവും, സ്വർഗവും കാണിച്ചു കൊടുത്ത്. അതുപോലെ കല്യാണം കഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഡൗറിക്ക് വേണ്ടിയോ മറ്റോ മാനസിക പീഡനം ചെയ്യുന്നവരുണ്ടാവും. പല വെല്ലുവിളികളിലൂടെയും നടുക്കുകൂടെ പോകേണ്ടവരാണ് ഇന്നത്തെ പെൺകുട്ടികൾ. അപ്പം ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, ഒന്ന്, തൻ്റെ സുഖം തന്നിൽ തന്നെയാണ്, വേറൊരാൾക്ക് തനിക്ക് സുഖം തരാൻ സാധ്യല്ല. അത് ആ സുഖം എന്ന് പറയണത് തൽക്കാലം കിട്ടുന്ന ഇന്ദ്രിയങ്ങളുടെ
ഒരു എക്സസൈസ്. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ രുചിയുള്ള ഭക്ഷണം നാവിൽ തട്ടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അത് എത്ര നേരം. അതുപോലെയാണ് എല്ലാ സുഖങ്ങളും. ഒരു ഇന്ദ്രിയത്തിലൂടെ കുറച്ച് നേരം കിട്ടുന്നൊരു സുഖം. അതാണോ നിങ്ങൾക്ക് വേണ്ടത്? അതാണോ എപ്പോഴും ഉണ്ടാവുന്നത്? എന്നാൽ ഞാൻ നേരത്തെയും കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു, ഉറങ്ങുമ്പോൾ മണിക്കൂറുകളോളം ആഴത്തിലങ്ങനെ ഉറങ്ങിക്കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, അതുപോലുള്ള സുഖം നമുക്ക് ജപധ്യാനങ്ങൾ പരിശീലിച്ചാൽ കിട്ടും. മനസ്സ് കെട്ടടങ്ങുന്നതാണ് സുഖം, മനസ്സിൻ്റെ ലയമാണ് സുഖം. ഇത് നിങ്ങൾ മറക്കരുത്. ഈ സുഖം മറ്റുള്ളതിലൊക്കെ ഇത് തന്നെയാണ് കിട്ടുന്നത്. അല്ലാതെ ആ വസ്തു അല്ല സുഖം കൊടുക്കുന്നത്, വസ്തുവല്ല സുഖം കൊടുക്കുന്നതെന്ന് അതിൻ്റെ തെളിവെന്താ വെച്ചാൽ, ലഹരി കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പം ലഹരിയിൽ അങ്ങനെ ഒരു സുഖത്തിലിരിക്കുമ്പോൾ അവരെ പോലീസ് റെയ്ഡ് ചെയ്ത് പിടിച്ചു വിചാരിക്കുക. പിന്നെ ഇവൻ എന്തു സുഖം, പേടിയാണ്. തൻ്റെ ഫോട്ടോ പേപ്പറിൽ വരുമോ, തൻ്റെ ഫോട്ടോ ടി വിയിൽ വരുമോ, തന്നെ പ്രൊജക്റ്റ് ചെയ്യുമോ, തൻ്റെ ജീവിതം തകർന്നുവല്ലോ, തൻ്റെ ജീവിതം. പിന്നെ അവൻ്റെ അടുത്ത ചിന്തയാണ് ആത്മഹത്യയാണ്. എങ്ങനെയെങ്കിലും ഈ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. നോക്കൂ എന്ത് സുഖമാണ് അപ്പോൾ അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സുഖം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികന്മാർ ശിവനൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ, ധ്യാന നിരതനായിട്ടിരിക്കുന്നത്. എത്രയോ യോഗിമാർ, നാരായണ ഗുരുദേവൻ, ശങ്കരാചാര്യസ്വാമികൾ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയ ഭാരതത്തിൽ അനവധി മഹാന്മാർ, അവരെയൊക്കെ ചരിത്രം എടുത്തു പഠിക്കൂ. 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള രാമകൃഷ്ണ പരമഹംസരെ, അദ്ദേഹം ഇങ്ങനെ ധ്യാനത്തിലിങ്ങനെ ഇരുന്നാൽ അദ്ദേഹത്തിന് കിട്ടിയ ആനന്ദത്തിൻ്റെ, പരമാനന്ദത്തിൻ്റെ ആ ലഹരിയാണ് സ്വാമി വിവേകാനന്ദനാക്കിയത്. അപ്പോൾ അവർക്കൊക്കെ ഈ ആനന്ദം കിട്ടിയിട്ടുണ്ട്. അവരൊന്നും മുരടിച്ച ജീവിതമല്ല, വളരെ ആനന്ദലഹരിയിലാണ് ജീവിച്ചത്. ആ ആനന്ദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇപ്പം നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ധ്യാനം പരിശീലിച്ച് മനസ്സതിൻ്റെ ആഴങ്ങളിലേക്ക് ലയിച്ച് അപ്പം അതിൻ്റെ തീവ്രത കൂടുന്തോറും, ലയത്തിൻ്റെ തീവ്രത കൂടുന്തോറും, തുടക്കത്തിൽ ഇതൊന്നും മനസ്സിലാവില്ല. എന്നാൽ തുടക്കത്തിലൊക്കെ മനസ്സിനെ ലയിപ്പിക്കാൻ ഏറെ പാടാണ്. ഒരു കുട്ടി ഉറങ്ങുന്ന ആ ഒരു ചിത്രം എടുത്ത് നോക്കും നിങ്ങൾ. കുട്ടികൾ ഉറങ്ങുമ്പോൾ മുഖത്ത് ഇങ്ങനെ പുഞ്ചിരിയുണ്ടാകും. ഒരു വിഷമം, ദേഷ്യം ഒന്നുണ്ട്, ശാന്തം. അപ്പം മനസ്സത്ര ആഴത്തിൽ കെട്ടടങ്ങി കിടക്കുകയാണ്. അപ്പം മനസ്സത്രയും ആഴത്തിൽ കെട്ടടങ്ങി കിടക്കുമ്പോൾ ശരീരം മുഴുവൻ റിലാക്സ് ചെയ്ത് ഒരു ആനന്ദത്തിൻ്റെ തിരയാണ് അവിടെ, ഒരു കടലിലിങ്ങനെ തിരയടിക്കുന്നത് പോലെ. ഇതൊക്കെ അനുഭവിച്ചവരാണ് അവർ. പരമാനന്ദം ഹരേ ഹരേ എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. സാന്ദ്ര ആനന്ദാവബോധം, ഇത് അനുഭവിക്കാതെ ഒരിക്കലും പട്ടതിരിപ്പാട് എഴുതി വയ്ക്കില്ലല്ലോ. ഈ തരത്തിൽ കുട്ടികൾ ധ്യാനം പരിശീലിക്കണം. പിന്നെ രണ്ടാമത് അച്ഛനമ്മമാരോട് പറയാനുള്ളത്, പെൺകുട്ടികളെ നിങ്ങൾ പരിശീലിപ്പിക്കേണ്ടതുണ്ട്. എന്താണെന്നറിയോ? ഉപാസന പരിശീലിപ്പിക്കണം. ഉപാസന എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹം മുന്നിൽ വെച്ച്, കൃഷ്ണൻ്റെയോ മറ്റോ ഒരു വിഗ്രഹം മുന്നിൽ വയ്ക്കുക. ആ വിഗ്രഹത്തിൻ്റെ മുഖത്ത് കണ്ണുകളിലേക്ക് നോക്കുക. അതിനെ ത്രാടകം എന്ന് പറയും. ഹഠയോഗയിൽ ത്രാടകം എന്ന് പറയും. അല്ലെങ്കിൽ ഒരു മെഴുകുതിരി കത്തിക്കുക. മെഴുകുതിരി ആകുമ്പോൾ അതിൻ്റെ ഫ്ലെയിം അങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടും. എന്നാൽ ഒരു വിഗ്രഹത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി ഓം എന്ന് വളരെ നീട്ടി ജപിച്ച് മനസ്സിനെ ഉറപ്പിക്കുക. എന്തിനാണിത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മനസ്സിൻ്റെ ശക്തി കൂടുന്നത് ഏകാഗ്രത കൂടുമ്പോഴാണ്. ഏകാഗ്രതയുള്ള മനസ്സിന് ശക്തി കൂടുതലാണ്. കണ്ണൊരിടത്ത് ഉറപ്പിക്കുന്നത് കണ്ണിൻ്റെ ശക്തി കൂടും. കണ്ണിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഈ ഉപകരണത്തിനല്ല, കാഴ്ചശക്തി. കാഴ്ചശക്തി എന്ന് പറഞ്ഞാലൊക്കെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത്, നമുക്ക് ഒരു നോട്ടം കൊണ്ട് തന്നെ നമ്മുടെ പ്രതിയോഗിയെ, നമ്മളെ ആക്രമിക്കാൻ വരുന്ന, ഉപദ്രവിക്കാൻ വരുന്നവനെ നോട്ടം കൊണ്ട് അവിടെ പിടിച്ചു നിർത്താൻ പറ്റും. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അച്ഛനമ്മമാർ. ഒരു പെൺകുട്ടിയെ മാനസികമായി ഒരുത്തൻ ഉപദ്രവിക്കണം, വാക്കുകൊണ്ട് കളിയാക്കുന്നു, ടീസിയാണ് പറയില്ലേ, വിദേശ രാജ്യങ്ങൾ ബുള്ളിങ് പറയും. അപ്പം അങ്ങനെ കളിയാക്കുന്നവൻ്റെ മാനസികാവസ്ഥ, അവൻ്റെ ഉള്ളിൽ ഒരാളെ കളിയാക്കണം, പരിഹസിക്കണം, അത് കുറച്ചൊരു
അവൻ്റെ ഉള്ളിലുള്ള ചില കാമ വെറി തന്നെയാണ്. അതിന്ന് വരുന്നതാണ് ഈ കളിയാക്കൽ. അപ്പം അങ്ങനെ അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വികാരം, കാമം എന്നൊരു വികാരം പുറത്തു വരുമ്പോൾ അതൊരു പെൺകുട്ടിയുടെ മനസ്സിൽ തട്ടുന്ന സമയത്ത് പേടിയാണ് ആദ്യം വരുന്നത്, അല്ലെങ്കിൽ ഒരു തരം അസ്വസ്ഥത. അപ്പോഴേക്കും ആ പെൺകുട്ടിയുടെ മനസ്സും ശരീരവും ഒന്ന് ഉൾവലിയും. പേടി വരുമ്പോൾ നാം ഉൾവലിയും. അപ്പോൾ മറ്റൊരാൾക്ക് നമ്മളെ ആക്രമിക്കാനുള്ള പ്രവണത കൂടും. ഇത് ഞാൻ പറയണത് മനസ്സിലാക്കാൻ ഇത്തിരി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമ്മൾ ഫിസിക്കലിയാണ് കാര്യങ്ങൾ കാണുന്നതെങ്കിലും ഇത് വാസ്തവത്തിൽ രണ്ട് എനർജി തമ്മിലുള്ള കളിയാണ്. ഒരാളിങ്ങോട്ടൊരു നെഗറ്റീവ് എനർജി അയക്കുന്നു. ആ നെഗറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജി കൊണ്ട്, കളരിപ്പയറ്റോ കണ്ടില്ലേ, വാളും പരിചയം, ചെസ്സ് കളി കണ്ടിട്ടില്ലേ. ഇപ്പോൾ ഒരാൾ കരു നീക്കുമ്പോൾ അതിനെ തടുക്കുന്നൊരു കളി തിരിച്ച്. അങ്ങനെ തടുക്കാൻ പറ്റാതെ വരുമ്പോഴാണ് അയാൾക്ക് നമ്മളെ രാജാവിനെ ചെക്ക് വിളിച്ച് രാജാവിനെ അടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പം നമുക്ക് പ്രതിയോഗി ആവണമെങ്കിൽ, അല്ലെങ്കിൽ തടുക്കണമെങ്കിൽ, മനസ്സിന് ഏകാഗ്രതയും കണ്ണുകളെ മറ്റൊരു കണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ സാധിക്കണം. അവിടെ പേടി വരില്ല. പേടി വരുന്നവൻ ഉൾവലിയും. അപ്പം കരുത്ത് കണ്ണിലൂടെയും ശക്തി മനസ്സിൻ്റെ ഏകാഗ്രതയിലൂടെയും കൊണ്ടുവരണം. നിങ്ങൾ പെൺകുട്ടികളൊന്ന് പരിശീലിപ്പിക്കൂ. ആ പെൺകുട്ടിയെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം നെഗറ്റീവ് എനർജിയേക്കാൾ ശക്തി പോസിറ്റീവ് എനർജിക്കാണ്. എന്നാൽ പോസിറ്റീവ് എനർജിക്ക് പകരം നമ്മളും നെഗറ്റീവ് ആകുമ്പോൾ മറ്റൊരാളുടെ നെഗറ്റീവ് ശക്തി കൂടുന്നു, തീവ്രമാകുന്നു. ശരീരത്തിന് പ്രതിരോധിക്കാൻ ശക്തിയുണ്ടെങ്കിൽ വൈറസിനെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പ്രതിരോധ ശക്തി നഷ്ടപ്പെടുമ്പോഴാണ് വൈറസ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഇതുപോലെയാണ് ആളുകളുടെ പെരുമാറ്റം. പിന്നെ നമ്മുടെ പെൺകുട്ടികൾ സമൂഹത്തിൽ ഉപദ്രവിക്കപ്പെടുന്നുണ്ടെങ്കിൽ, മാനസികമായി അവരെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ, അച്ഛനമ്മമാർ അവരെ വളർത്തുന്ന രീതി ശരിയല്ല. ഇപ്പം നിങ്ങൾ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ വിഗ്രഹം വെക്കണം. ആ വിഗ്രഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി കുട്ടികളോട് പറയണം, കണ്ണ് തുറന്ന് തന്നെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ പ്രണവോപാസനയൊക്കെ പരിശീലിച്ചെടുത്ത് മനസ്സിൻ്റെ ഏകാഗ്രത കൂടുന്തോറും മനഃശക്തി കൂടും. അതിന് തടുക്കാനുള്ള കരുത്ത് കിട്ടും. കണ്ണുരെടുത്ത് ഉറപ്പിക്കും തോറും മറ്റൊരാൾക്ക് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ശക്തി നഷ്ടപ്പെടും. തീവ്രമായൊരു പോസിറ്റീവ് എനർജി മറ്റൊരാളുടെ കണ്ണിലേക്ക് അയക്കുമ്പോൾ, അതും സ്ത്രീകൾക്ക് മനക്കരുത്ത് പൊതുവേ പ്രകൃതിയാലുണ്ട്. പക്ഷെ അത് വികസിപ്പിക്കാതെ പോയാൽ അത് ദുർബലമാവും. അതുകൊണ്ടാണ് സ്ത്രീ എപ്പോഴും ദുർബലയാണ്, ചപലയാണ്, അപലയാണ് എന്നൊക്കെ പറയുന്നത്. വാസ്തവത്തിൽ സ്ത്രീ ദുർബലയല്ല. 9 മാസം ഒരു കുട്ടിയെ ഗർഭപാത്രത്തിൽ വഹിക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമാണോ? അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടി ഉറക്കൊഴിഞ്ഞ് രാവും പകലും കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന ചില്ലറ കാര്യമാണത്. കരുത്തില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുമത്. ഈ തരത്തിൽ കരുത്തുള്ളവരായിത്തീരേണ്ടത് ഉപാസനയാണ്. പണ്ടുള്ള അമ്മമാർക്കൊക്കെ ഉപാസനയുടെ കാലത്തെണീറ്റ് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച വ്രതം, അതുപോലെ ഏകാദശി വ്രതം, പ്രദോഷം, അങ്ങനെ പലതും അനുഷ്ഠിച്ച് അവരുടെ ഉപാസന ശക്തി കൊണ്ടാണ് അവർക്ക് 5, 6, 7, 8, 9, 10, 11, 12, 13, 14 മക്കൾ വരെയുള്ള അമ്മമാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ആലോചിച്ച് നോക്കും, 14 മക്കൾ. ഇന്നിപ്പോൾ വലിയ വലിയ ഇൻ്റർനാഷണൽ സ്കൂളിലെ LKGയിൽ 14 കുട്ടികളേ ഉള്ളൂ. ഇപ്പോൾ ഒരൊറ്റ ക്ലാസ് റൂമിലേക്ക് വേണ്ട കുട്ടികളെ അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് വർഷാവർഷമായിട്ട്. ഈ 14 കുട്ടികളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞ് ആലോചിച്ച് നോക്കൂ, എന്ത് കരുത്ത് വേണം. അന്നത്തെ അമ്മമാർക്ക് ആ ശക്തി ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പെൺകുട്ടിക്ക്, ഒരു ഭർത്താവിനെ പോലും, അല്ലെങ്കിൽ ഒരു ആൾ ടീസ് ചെയ്ത് അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നു. എന്നെ വഴിയിലൊരുത്തൻ കളിയാക്കി കഴിഞ്ഞു. എന്നാൽ BSc MScക്കൊക്കെ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നു. ഓഫീസിൽ ഒരാൾ എന്നെ മോശപ്പെട്ട് വർത്തമാനം പറഞ്ഞു, ആ കഴിഞ്ഞു പോയി. ഈ തരത്തിൽ നമുക്ക് തരണം ചെയ്യാൻ കരുത്ത് വേണം. എന്നാൽ ഇത് നിങ്ങൾ പറയും, എന്തിനാ സ്വാമി ഉപാസന ചെയ്യുന്നത്? അല്ലാതെ തന്നെ നമുക്കങ്ങോട്ട് കരുത്തുള്ളവരാണെന്ന്. അങ്ങനെ കുറേ സ്ത്രീകളെ നമ്മൾ കണ്ടു, കുറേ കരുത്ത് കാണിച്ച് ശബരിമലയ്ക്കൊക്കെ പോയ നവോത്ഥാനക്കാർ ഇന്നെങ്ങും അല്ലാതെ എവിടെയോ പിച്ചും പേയും പറഞ്ഞ് നടക്കുകയാണ്.
നല്ല നല്ല ജോലിയും നഷ്ടപ്പെടുത്തി നവോത്ഥാനം ഉണ്ടാക്കാൻ പോയതാ. അന്ന് സ്ത്രീകളൊക്കെ കൂടെ ഉണ്ടാവുമെന്നൊക്കെയാണ് വിചാരിച്ചത്. എന്നാൽ കൂടെ നിൽക്കാൻ സ്വന്തം വീട്ടിലെ സ്ത്രീകൾ പോലുമില്ല. ഈ നവോത്ഥാനമൊക്കെ നടത്തിയ ആളുകളുണ്ടല്ലോ, ചുംബന മത്സരങ്ങളും പലതും നടത്തിയവർ, അവസാനം പ്രതിസന്ധികൾ വരുമ്പോൾ കൂടെയുള്ളവരാരുമില്ല എന്ന സത്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. വിപ്ലവവും ഒക്കെ വളരെ നല്ലതാണ്. പക്ഷേ ഈ വിപ്ലവമൊക്കെ ഒരു സമയം വരെ ഉണ്ടാവും. എല്ലാം കഴിഞ്ഞാൽ അവരവർ മാത്രമുണ്ടാവും. സാധന അങ്ങനെയല്ല. സാധന എന്ന് പറയുന്നത്, നിരന്തരമായ സാധന എന്ന് പറയുന്നത് അതെന്നും കൂടെ ഉണ്ടാവും. അവരെ തകർക്കാൻ, അവരെ തളർത്താൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. അതാണ് ഭാരതത്തിലെ ഉത്തമരായ സ്ത്രീകളായ രാമായണത്തിലെ അതിഗംഭീര കഥാപാത്രമായ സീതാദേവിയും രാവണൻ്റെ മുന്നിൽ തളരാതെ പിടിച്ചു തന്നത്. ഏത് നവോത്ഥാനക്കാരായിരുന്നു കൂടെ? ആരും കൂടെ ഉണ്ടായിരുന്നില്ല. പാഞ്ചാലി 5 ഭർത്താക്കന്മാരുള്ള ഒരു എക്സെപ്ഷണൽ അമ്മയായിരുന്നു പാഞ്ചാലി. ഒരു ഭർത്താവും സഹായിക്കാനുണ്ടാവാത്ത സാഹചര്യം. എന്നിട്ടും വസ്ത്രാക്ഷേപ സമയത്ത് പിടിച്ചു തന്നു. ഇതൊക്കെ ഒരു പക്ഷേ നിങ്ങൾ പറയും ചരിത്രവും പുരാണവും ഉണ്ടോയെന്ന് ആർക്കറിയാം. വേണ്ട. മീരാബായി, പിന്നെ ഇങ്ങോട്ടോ എത്ര കഥാപാത്രങ്ങളാണ്, എത്ര കഥാപാത്രങ്ങൾ ഭാരതത്തിലുണ്ടോ? കഥാപാത്രങ്ങൾക്കൊരു കേരളത്തിൽ തന്നെ എത്ര കഥാപാത്രങ്ങൾ. അവർക്കൊക്കെ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിച്ചത് ഉപാസനയായിരുന്നു. അതുകൊണ്ട് അവഗണിക്കരുത്. എല്ലാം അറിയാമെന്ന് വിചാരിക്കരുത്. എൻ്റെ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രം മതി, എല്ലാം അങ്ങനെ മനസ്സിൽ എല്ലാം വളർന്നു വരുമ്പോൾ ശരിയാകുമെന്ന് കരുതി ആ കുട്ടിയുടെ കഴിവുകേടുകളൊക്കെ അവഗണിച്ചു പോയാൽ പിന്നീട് ഈ കഴിവുകേടുകളൊക്കെ ആ കുട്ടിയുടെ ജീവിതം തളർത്തും. അപ്പം അതുകൊണ്ട് നിഗ്രഹിക്കും കരിശ്ശേരി, ഡോണ്ട് ഇഗ്നോർ യുവർ വീക്ക്നെസ്. കൃഷ്ണൻ പറഞ്ഞത്ര ശരിയാണ്. നമ്മളെ സ്വാധീനിക്കാനുള്ള പലതും ലോകത്തിലുണ്ട്, തളർത്തുന്ന പലതുമുണ്ട്. അതുകൊണ്ട് ഇത് കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കണം. ഇപ്പം മനസ്സിലാവുന്നില്ലേ ഗീത നമുക്ക് വലിയ വഴികാട്ടിയാണെന്ന്. അപ്പോൾ ഗീതയിലൂടെ നാം പലതും പഠിക്കുമ്പോൾ ഒരു തലമുറകളെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാട് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. സമൂഹത്തിൽ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കുട്ടികളെ ആത്മീയമായ വിചാരത്തിലേക്ക് കൊണ്ടുവരണം. കൂടുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഹരി ഓം.